Hi dears. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്കിപ്പോ എന്തായാലും ഇവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരിപ്പം എന്താണ് ആദ്യത്തെ ആ ഒരു ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടൈമിലേക്ക് എന്തൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും അല്ലെ? മിസ്സേ പറഞ്ഞോ. അതായത് ഓണപരീക്ഷ നമ്മള് അതിഗംഭീരമായി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പ്രത്യേകിച്ച് ബയോളജി എക്സാമിന് ഫുൾ മാർക്സ് കിട്ടിയിട്ടുണ്ട് എന്ന് ധാരാളം കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. പേപ്പർ വാലിയ ടൈമിലും എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ചില പല സ്കൂളുകളിൽ പല ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരുന്നു. എന്തായാലും സംഭവം എന്താണ് എക്സാം അതെ ഹാപ്പിയാണ്. അപ്പൊ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഇനിയിപ്പോ ശ്രദ്ധിക്കണം. നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂടാ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ആലോചിക്കും ടൈം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ. പക്ഷെ ഉണ്ടോ? ടൈം ഉണ്ടോ? ശരിക്കും നോക്കുവാണെങ്കിൽ ടൈം ഇല്ല അല്ലെ? എത്ര മാസം ഉണ്ട്? 2 മാസം ഉള്ളൂ. ഡിസംബർ മാസം എന്തായാലും പരീക്ഷ ചൂടിലായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ചാപ്റ്റർ കുറവാണോ കൂടുതലാണോ മിസ്? ശരിക്കും അതായത് ഓണപരീക്ഷയ്ക്ക് ഇവർക്ക് കുറച്ച് സമയം കിട്ടി അല്ലെ? ആകെ +1-+2 ആകെ 2-3 ചാപ്റ്റേഴ്സ് മാത്രമേ ഇവർക്ക് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നേരെ ഉൾട്ടയാണ് ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. 2 മാസം കൊണ്ട് കൂടുതലാണ് അല്ലെ? നമുക്ക് നേരത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഓരോ നമുക്ക് കൂടുതൽ പറയാൻ ആ ചാപ്റ്ററിലേക്ക് നേരെ പോകുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിക്കോളും. അടുത്ത പേജ് കാണും. ബയോളജിയിൽ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ബോട്ടണിയിലും സുവോളജിയിലും ഓരോ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സുവോളജിയുടെ കാര്യം നമുക്ക് പറയാം. +1 സുവോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ 3 ചാപ്റ്ററിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ കണക്ക് നോക്കുക കാണാൻ പറ്റും, കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇത്രയും ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ തുടങ്ങിയാലേ മക്കളെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? അതെ, ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഉറപ്പല്ലേ ഈ 5 ചാപ്റ്റർ പഠിക്കാന്ന് പറയാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സാം ടൈമിൽ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ ഇത് ആദ്യം കൊണ്ടുതന്നെ കാരണം നിങ്ങളിലേക്ക് ആ പേടി ജനിപ്പിക്കുക എന്നുള്ളതല്ല, കാര്യം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജാഗരൂകത തെറ്റിപ്പോയാൽ ജാഗ്രത എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലാണ് ശരിക്കും നമ്മൾ ഈ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ബയോമോളിക്യൂൾസിലാണ് അടുത്ത ചാപ്റ്റർ മിസ്. നമ്മുടെ ഫിസിയോളജി സ്റ്റാർട്ട് ചെയ്യും. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഉണ്ട്. ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഉണ്ട്. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ഉണ്ട്. ലോക്കോമോഷൻ മൂവ്മെന്റിൽ ഒരു ആശ്വാസമുണ്ട്. ഫുൾ ചാപ്റ്റർ സാധാരണ കാണാറില്ല, ഏകദേശം ഒരു ഇത്രയൊക്കെ വരാറുള്ളൂ അല്ലേ? അതായത് നമ്മുടെ മസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും പഠിക്കണം. ഇത് നോർമലി ഇതുവരെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ +1 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സുവോളജി കഴിഞ്ഞാൽ നേരെ ബോട്ടണിയാണ്. ബോട്ടണിന്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു പകുതി എടുത്തിട്ട് നിർത്തിയേക്കായിരുന്നു. പക്ഷേ ഇവിടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ആ പകുതിയിൽ നിന്ന് ഇൻഫ്ലോറസൻസ് കഴിഞ്ഞിട്ടുള്ള പാർട്ട് അതാണ് ഏറ്റവും ചടപ്പിക്കുന്ന പാർട്ട്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. പിന്നെ അടുത്ത ചാപ്റ്റർ മിസ് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ സെൽയുടെ യൂണിറ്റ് ഓഫ് ലൈഫ് ഉണ്ട്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആൻഡ് ഭീകരനായ ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരുന്നതാണ്. അപ്പൊ ഇത്രയും ചാപ്റ്ററുകൾ ഇവിടെയും 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ 2 മാസത്തിനുള്ളിൽ പഠിച്ചെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തുടക്കം തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചു പോവുക. നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചോളൂ. ബയോളജിയുടെ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ബയോളജിയിൽ തന്നെ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ജഗപൊകയായിരിക്കും എക്സാം എന്തായാലും. അപ്പൊ ഒരു കാര്യം പറയാം, ഇനി ഇതിനൊക്കെ നമ്മൾ എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ അറിയിക്കേണ്ടത് അല്ലെ? അതിനുവേണ്ടി ഓരോ ചാപ്റ്റേഴ്സ് കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവായിട്ട് ഡെയിലി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ലൈവ് വരുന്നുണ്ട്. ലൈവിൽ നമുക്ക് എപ്പോഴും കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആപ്പുകൾ പർച്ചേസ് ചെയ്യാന്നുള്ളത് തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക്. ഡൗട്ട് ഉണ്ടാവും, അത് നമ്മൾ കുട്ടികൾ ചോദിക്കുന്നതാണ് കാര്യമുണ്ടോ? എടാ നമ്മുടെ ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ആ ഒരു ചാപ്റ്റർ റെക്കോർഡ് ആണെന്ന് ഇപ്പൊ മോർഫോളജി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. ആ മോർഫോളജി അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ എടുത്ത് കാണാം. അത് തന്നെ കഴിയും. അതായത് നമ്മള് മോർഫോളജിയിൽ ഇപ്പം അതിന്റെ റെക്കോർഡ് ഞാനാണ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ വേറെ സാറാണ് ആ മോർഫോളജിയിൽ ലൈവ് പോയെന്ന് വിചാരിക്കുക. ആ ലൈവ് അവിടെ റെക്കോർഡായിട്ട് കിടക്കും. ഈ റെക്കോർഡ് ചെയ്ത സാറുണ്ട്. അപ്പൊ ഏത് ഇഷ്ടമുള്ള സാറിനെ ചൂസ് ചെയ്ത് കാണാം. എന്താണ് ഇഷ്ടമുള്ള നോളജ് കിട്ടും അല്ലെ? അപ്പൊ എന്തായാലും നമ്മുടെ ആപ്പുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയമായിരിക്കും അവിടെ കിട്ടാനായിട്ട് പോവുക. നമ്മൾ കള്ളം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതല്ല. ഇതിനു മുമ്പുള്ള എക്സാമിന് കുട്ടികൾ പറയും നിങ്ങൾ +2 ഉള്ള ചേട്ടന്മാരുടെ ചേച്ചിയോട് ചോദിച്ചാൽ മതി, ഏകൻ പറഞ്ഞ് എന്തെങ്കിലും തെറ്റിട്ടുണ്ടോ, അത് എങ്ങനെയുണ്ട് ചോദിച്ചാൽ മതി, അവരത് പറഞ്ഞു തന്നോളൂ അല്ലെ? ഓക്കെ. അപ്പം ഇനി എന്താ മിസ്സേ നമുക്ക് പറയാനുള്ള അവസാനമായിട്ട്? ആപ്പ് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ആപ്പ് പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി ഇനി അങ്ങോട്ട് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓണപരീക്ഷയ്ക്ക് ശേഷം വരാൻ പോകുന്ന പരീക്ഷ ക്രിസ്മസ് പരീക്ഷയാണല്ലോ. ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ യൂട്യൂബിലൂടെ
തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാം എന്ത് ചെയ്യാ, കണ്ടോണ്ടിരിക്കുക അല്ലെ, കണ്ട് ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കണം, അല്ലാ കാര്യമൊന്നുമില്ല. പിന്നെ ഇനി കൂട്ടി വരണം അല്ലെ. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളോ ഈ ചാപ്റ്ററിനല്ലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തോളുക. ഈ കമന്റ് നോക്കിയിട്ട് നമ്മൾ ഈ വർഷം നമ്മൾ ഈ ടൈമിൽ ആദ്യം ചെയ്യുന്ന വീഡിയോ എന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ചെക്ക് ചെയ്യും. ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് മുഴുവൻ ഇതിലായിരിക്കും. അപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോ, അത് താഴെ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾ ഇവിടെ ഉണ്ടാകും, എല്ലാ ഫേഗന്റെ ഫുൾ സെറ്റ് ടീം ഉണ്ടാകും. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന പരീക്ഷ നമ്മൾ പൊടിപൊടിക്കുക. അതായത് ഈ ഓണ പരീക്ഷ ഞങ്ങൾ എത്രത്തോളം ഹാപ്പി ആണോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടി തന്ന പോലെ തന്നെ ക്രിസ്മസ് പരീക്ഷ നമ്മൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടി തരുന്നതായിരിക്കും അല്ലേ. ബൈ ബൈ മക്കളെ. മക്കളെ